കണ്ടില്ലേ? ഇനി നമുക്ക് അപ്പോൾ ഇതിലിനി നമ്മൾ സക്ക് ചെയ്യുമ്പോൾ ഇതാ കണ്ടില്ലേ, നേരത്തെ ആണെങ്കിൽ ഇതിൽ പെട്രോൾ വന്നുകൊണ്ടിരുന്നു. ഇനി നമുക്കിതിൽ സക്ക് ചെയ്ത് നോക്കാം, പെട്രോൾ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, കണ്ടോ? അപ്പോൾ എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ ഇതിലെ എയർ സക്ക് ചെയ്യും. സക്ക് ചെയ്യുമ്പോൾ ആ ഡയഫ്രം ഓപ്പൺ ആകുമ്പോൾ അതിലെ പെട്രോൾ ഇതിൽ വരും, അല്ലാതെ വരാൻ പാടില്ല. കണ്ടോ? ഹായ് ഫ്രണ്ട്സ്, വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഹോണ്ട ആക്റ്റീവയുടെ പെട്രോൾ സ്റ്റെയിനർ കംപ്ലൈൻ്റ് ആണിത്. അതായത് നമുക്ക് ഈ ആക്റ്റീവ 2 വീലർ വണ്ടിയിൽ, വിത്തൗട്ട് ഗിയർ വണ്ടിയിൽ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബൈക്കുകളിലൊക്കെ സ്റ്റെയിനർ എന്ന് പറഞ്ഞാൽ ഇതാ ഇതേപോലത്തെ ഒരു സാധനം കണ്ടില്ലേ ഇതിൽ. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ പെട്രോൾ കാർബറേറ്ററിലേക്ക് വരാവൂ. അപ്പോൾ ഇതിലെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ട്യൂബ് ഒന്ന് ഇളക്കി കാണിച്ചു തരാം. വേണ്ട, പെട്രോൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്താലേ പെട്രോൾ വരാവും. അത് വരുന്ന ഈ എയർ ട്യൂബ്, 2 ട്യൂബ് ഇതിന് വരും. ഇതിൽ ഒരു ഔട്ട് സക്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ വരാവൂ. അതായത് സ്റ്റാർട്ടാക്കുമ്പോൾ നമ്മളെ ഹെഡിൽ ഒരു വാക്കം ക്രിയേറ്റ് ചെയ്യും. ആ വാക്കമാണ് ഇതിൽ പെട്രോൾ, ആവശ്യത്തിനുള്ള പെട്രോൾ കാർബറേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇതിൽ ഫ്ലോട്ട് നീഡിലും ഫ്ലോട്ടും ഉണ്ട്. പക്ഷേ അതിലുപരിയായിട്ട്, കാരണം ഇതിൽ ഈ പെട്രോളിൻ്റെ ട്യൂബൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസും കൂടെ ഉണ്ട്. അതുകൊണ്ടും കൂടെയാണ് ഇങ്ങനെ ഒരു ടെക്നോളജി ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, വേണ്ട, വരാൻ പാടില്ല. അപ്പോൾ ഈ വരുന്നതിന് കാരണം ഇതാ, ഞാൻ ടാങ്കൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ടാങ്ക് ഇളക്കി, കാരണം കുറച്ച് എളുപ്പത്തിന് വേണ്ടി. അല്ലെങ്കിൽ അത്രയും സമയം നമുക്ക് ഇതാ കണ്ടില്ലേ, ഇതാണ് ആ സാധനം. സ്റ്റെയിനർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനകത്തൊരു ഡയഫ്രം ഉണ്ട്, ഒരു റബ്ബറിലൊരു കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ ഈ എയർ ട്യൂബിൽ നിന്ന് ഒരു വാക്കം, ഒരു പവർ കിട്ടുമ്പോൾ സംഗതി ഈ പെട്രോൾ ട്യൂബിൽ കൂടെ പെട്രോൾ വരും. അങ്ങനെ വരാൻ പാടുള്ളൂ. പക്ഷേ ഇപ്പോഴ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ സാധനം ഒന്ന് മാറ്റണം. ഇതിൻ്റെ പേര് സ്റ്റെയിനർ അല്ലെങ്കിൽ പെട്രോൾ കോക്സ് എന്നൊക്കെ പറയാം. കണ്ടില്ലേ, ഇത് ഹീറോയുടെ സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ MRP 385 രൂപയാണ്. കണ്ടോ, 385. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇളക്കാം. പെട്രോള് നിറയെ ഉണ്ടെങ്കിൽ നമുക്ക് 22-ൻ്റെ സ്പാനർ വെച്ച് ഇത് ഇളക്കാം. നിറയെ ഉണ്ടെങ്കിൽ അത് ചോർത്തിയിട്ട് ഇളക്കാവും. ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ട് കേട്ടോ. ഇതിനെ പതുക്കെ ഇങ്ങനെ നോസ് പ്ലെയറോ, ഇങ്ങനെ ചെറിയ കണക്ടർ, അതായത് ഇതേപോലെ നോസ് പ്ലെയറോ ഏതെങ്കിലും വെച്ച് ഇങ്ങനെ പതുക്കെ വേണ്ട. ഇതിൽ ചിലതിലൊക്കെ നല്ല അഴുക്കായിരിക്കും. ഇതിൽ ഇപ്പം പുതിയ കോക്ക് നമുക്ക് വയ്ക്കാം. ഇപ്പം ഈ ഓറിങ് സൂക്ഷിക്കണം, ഓറിങ്. എന്നിട്ട് ഇതാ ഈ ഫിൽറ്റർ ഇങ്ങനെ കണ്ട, ആ ഓറിങ് കറക്റ്റായിട്ട് വയ്ക്കണേ. ഫിൽറ്റർ ഇങ്ങനെ വെച്ചിട്ട് കൂടുതൽ പ്രസ് ചെയ്യരുത്, എനിക്ക് ഫിൽറ്റർ അകത്തോട്ട് പോകും. ഇതാണ്ട ഓറിങ് ഇങ്ങനെ വെച്ച്, പിന്നെ ഇത് വലത്തോട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ എപ്പോഴും ടൈറ്റ് ചെയ്യുമ്പോൾ ഓർമ്മിക്കണം, ഈ ലോക്ക് വരുന്ന ഭാഗം വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് തന്നെ ഇത് രണ്ടും വരണം, ഇതേ പൊസിഷനിൽ വരണം. എന്നിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വലുതായിട്ട് ബലപ്പിച്ച് പിടിക്കരുത്, ചെറിയൊരു സപ്പോർട്ട് കൊടുത്ത് കണ്ടില്ലേ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഓക്കെ, ടൈറ്റായി. ഇപ്പോഴും കണ്ടോ, പെട്രോൾ വരുന്നില്ല. മറ്റേതിലാണെങ്കിൽ ഇത് ഇങ്ങനെ പിടിക്കുമ്പോൾ പെട്രോൾ വരും. പിന്നെ ട്യൂബ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം.
പെട്രോൾ ട്യൂബ് കൊടുത്തു, മേളിൽ പെട്രോൾ ട്യൂബ് കൊടുത്തു, കണ്ടില്ലേ. ഇനി നമുക്ക് അപ്പോൾ ഇതിലിനി നമ്മൾ സക്ക് ചെയ്യുമ്പോൾ ഇതാ കണ്ടില്ലേ, നേരത്തെ ആണെങ്കിൽ ഇതിൽ പെട്രോൾ വന്നുകൊണ്ടിരുന്നു. ഇനി നമുക്കിതിൽ സക്ക് ചെയ്ത് നോക്കാം, പെട്രോൾ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, കണ്ടോ. അപ്പോൾ എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ ഇതിലെ എയർ സക്ക് ചെയ്യും. സക്ക് ചെയ്യുമ്പോൾ ഡയഫ്രം ഓപ്പൺ ആകുമ്പോൾ അതിൽ പെട്രോൾ ഇതിൽ വരും, അല്ലാതെ വരാൻ പാടില്ല. കണ്ടോ, അത്ര തന്നെ. ഇതിൽ നിൽക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതിനെ നമുക്ക് കൊടുക്കേണ്ടത് ഇതാണ്ടോ, ട്യൂബ് ഒഴിച്ച് ഇതാ ഇതിൽ കൂടെ ഇളക്കിയതുപോലെ തന്നെ നോക്കി ഇതാ എയർ ട്യൂബ് ഇവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെയിനർ മാറിയത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സ്റ്റെയിനർ എന്തുകൊണ്ട് മാറണം, എങ്ങനെ മാറണം, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.